എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ കഴിയും ഞാൻ ഈ 6 പേരിൽ വരില്ലാന്ന്. കാരണം ഈ ഗെയിമിനെ ഞാൻ അത്രത്തോളം സീരിയസ് ആയിട്ടാണ് ആദ്യം മുതലേ കണ്ടിട്ടുള്ളത്. റേസ് ഗെയിം മുതൽ ബാഡ്ജോട് കൂടി വന്ന ഒരാളാണ് ഞാൻ. ഇവിടെ ജെൻഡർ കാർഡ് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഗെയിംസിലൊന്നും. ഇവരുടെ ഓരോരുത്തരുടെയും കൂടെ തുല്യമായിട്ടാണ് ഞാൻ കളിച്ച് ജയിച്ച് എൻ്റെ ഫുൾ എഫേർട്ട് ഇട്ടിട്ടാണ്. ഇവൻ കൈ തട്ടിയിട്ടോ അതെടുത്തിട്ടോ അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ബട്ട് അത് ഞാൻ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നടന്നിട്ടില്ല. എനിക്ക് കൈ വയ്യാന്ന് പറഞ്ഞ ഒരു ജോലി ഞാൻ അടുക്കളയിൽ മാറ്റി വെച്ചിട്ടില്ല. ഈവൻ ടീം വർക്ക് അടുക്കളയിലേക്കുള്ള സെലക്ഷൻ വന്നപ്പം ഞാൻ തന്നെയാണ് മുന്നോട്ട് വന്നത്. അവിടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ ഒരു സജഷൻ പറഞ്ഞു, അത് 5 പേര് വേണം. അത് കേട്ടില്ല. പക്ഷെ അതുമുതലും ഈവൻ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് 4 പേര് നിന്ന് വർക്ക് ചെയ്ത് കിച്ചൺ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ 1 വീക്ക് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിൽ തന്നെ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ക്യാപ്റ്റനിൽ നിന്നും വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഫുഡ് തരുന്ന കാര്യത്തിലോ അതിൻ്റെ ഒരു കാര്യത്തിലും ഞങ്ങൾ ആ അഭിപ്രായ വ്യത്യാസം കൊണ്ട് കളിച്ച് ഞങ്ങൾ ഡിലേ വരുത്തിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. ഈവൻ അനീഷേട്ടനുമായിട്ട് എനിക്ക് ആദ്യം വന്നപ്പോഴേ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അത് ഞാൻ സംസാരിച്ചു, അവിടെ കളഞ്ഞു. അല്ലാതെ അനീഷേട്ടനെ ഞാൻ ഫോക്കസ് ചെയ്തിട്ട് അല്ലാത്ത ഒരു കാര്യത്തിലും എൻ്റേതല്ലാത്ത ഒരു കാര്യത്തിലും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇവിടെ ആരുടെ ഒരു കാര്യത്തിലും അവരുടെ പേഴ്സണൽ എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്, അതെനിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ട് അവർ ചോദിച്ചിട്ടുണ്ട് ഉള്ള സ്ഥലങ്ങൾ മാത്രമേ എൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അക്ബർക്ക് ആയാലും മറ്റേ ഡോക്ടറിൻ്റെ കേസ് വന്നപ്പോൾ എന്നെ വിളിക്കുകയാണ് ചെയ്തത്. എന്നെ വിളിച്ച സ്ഥലത്താണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഇടയ്ക്ക് കയറി വന്ന എൻ്റെ അഭിപ്രായങ്ങൾ എവിടെയും അനാവശ്യമായ ഒരു സ്ഥലത്ത് ഞാൻ ഇടപെട്ടിട്ടില്ല. എന്നാൽ ഇടപെടേണ്ട സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഇടപെട്ടിട്ടുമുണ്ട്. എൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി സംസാരിച്ചിട്ടുമുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് മേക്കപ്പ് ചെയ്യണമെന്ന്, കോസ്റ്റ്യൂം കിട്ടണമെന്ന് ഉണ്ട്. പക്ഷെ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണ്, അതങ്ങനെയാണ്. അല്ലാതെ മിസ്യൂസ് ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കേണ്ടി വന്ന സമയങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. പുറത്ത് പുകഞ്ഞ പുള്ളി പുറത്തുനിന്നുള്ള ഗെയിമിലും ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ടതായിട്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഏർലി മോർണിംഗിൽ അതിനൊരു ടീം വർക്ക് ആവശ്യമായിരുന്നു. കാരണം കട്ടിലെടുത്തിട്ട് പോകേണ്ടത് ടീം വർക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ടീം പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് ആ സിറ്റുവേഷനിൽ എനിക്ക് ടീം വർക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ